നമസ്കാരം. കലാരംഗം കുറച്ച് ചോദ്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. ഒഡീസി നൃത്തം ആധാരമാക്കിയിരിക്കുന്ന ഗീതഗോവിന്ദം രചിച്ചത് ആരാണ്? ജയദേവനാണ് ഗീതഗോവിന്ദം രചിച്ചത്. കുച്ചിപ്പുടി നൃത്തം ഉടലെടുത്ത പ്രദേശം ഏതാണ്? ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമമാണ് കുച്ചിപ്പുടി നൃത്തം ഉടലെടുത്ത പ്രദേശം. നൃത്തത്തിൻ്റെ ഉറവിടമായി കണക്കാക്കപ്പെടുന്ന ഭാരതീയ ദേവൻ ആരാണ്? പരമശിവനാണ് നൃത്തത്തിൻ്റെ ഉറവിടമായി കണക്കാക്കപ്പെടുന്ന ഭാരതീയ ദേവൻ. നാട്യശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള നൃത്തരൂപം ഏതാണ്? ഭരതനാട്യമാണ് നാട്യശാസ്ത്ര അടിസ്ഥാനമുള്ള നൃത്തരൂപം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ബയലാട്ടം എന്നു പേരുള്ള കലാരൂപം യക്ഷഗാനമാണ്. ബയലാട്ടം എന്നു പേരുള്ള കലാരൂപം. വാദ്യോപകരണങ്ങളുടെ അകമ്പടി ഇല്ലാതെ അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? പാഠകമാണ് വാദ്യോപകരണങ്ങളുടെ അകമ്പടി ഇല്ലാതെ അവതരിപ്പിക്കുന്ന കലാരൂപം. കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപം. കഥക്കിൻ്റെ ഉത്ഭവ കേന്ദ്രമായി കരുതപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തർപ്രദേശാണ് കഥക്കിൻ്റെ ഉത്ഭവ കേന്ദ്രമായി കരുതപ്പെടുന്ന പ്രദേശം. ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? കഥക്കാണ് ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപം. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത്. ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? അഭിനയ ദർപ്പണമാണ് ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ കാണുന്ന അനുഷ്ഠാന കല ഏതാണ്? മുടിയേറ്റാണ് കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ കാണുന്ന അനുഷ്ഠാന കല. ഏതാണ്? മുടിയേറ്റാണ് കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ കാണുന്ന അനുഷ്ഠാന കല. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണ്? കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപികയാണ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം. കഥകളിയുടെ സാഹിത്യ രൂപം എന്താണ്? ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ. വെട്ടത്തുനാട് രാജാവ് കഥകളിയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വെട്ടത്ത് സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. വെട്ടത്തുനാട് രാജാവ് കഥകളിയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത് വെട്ടത്ത് സമ്പ്രദായം എന്നാണ്. ആട്ടക്കഥ രചന നടത്തിയ ഏക വനിത. ആട്ടക്കഥ നമ്മൾ പറഞ്ഞു കഥകളിയുടെ സാഹിത്യ രൂപത്തിനെയാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. ആട്ടക്കഥ രചന നടത്തിയ ഏക വനിത കുട്ടിക്കുഞ്ഞു തങ്കച്ചിയാണ് ആട്ടക്കഥ രചന നടത്തിയ ഏക വനിത. അടുത്ത ചോദ്യം നോക്കാം. പടയണിയുടെ ജന്മസ്ഥലം ഏതാണ്? കടമ്മനിട്ടയാണ്. പത്തനംതിട്ടയിലുള്ള കടമ്മനിട്ടയാണ് പടയണിയുടെ ജന്മസ്ഥലം. ദുഷ്ടന്മാരെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ്? കരിയാണ് ദുഷ്ടന്മാരെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളൂടെ നമുക്കങ്ങ് ഡിസ്കസ് ചെയ്യാം. കഥകളിയിലെ പ്രധാനപ്പെട്ട 5 വേഷങ്ങൾ ഏതൊക്കെയാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇത്രയാണ് കഥകളിയിലെ പ്രധാനപ്പെട്ട 5 വേഷങ്ങൾ. സാത്വിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആൾ ഏത് വേഷമായിരിക്കും ധരിക്കുന്നത്? പച്ചയായിരിക്കും. രാക്ഷസന്മാരെ പ്രതിനിധീകരിക്കുന്നത് കരിവേഷമാണ്. ദുഷ്ടന്മാരെ പ്രതിനിധീകരിക്കാനായിട്ട് കത്തിവേഷം. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കാനായിട്ടുള്ള വേഷം ഏതാണ്? മിനുക്കാണ്. അതുപോലെ ക്രൂരരായ രാക്ഷസന്മാരെ പ്രതിനിധീകരിക്കാനായിട്ടാണ് ചുവന്ന താടി. തുടർന്ന് പഠിക്കാം. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്. വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ മന്ത്രവാദ ചടങ്ങ് ഏതാണ്? ഗദ്ദികയാണ് വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ മന്ത്രവാദ ചടങ്ങ്. ഗദ്ദികയുടെ കുലപതി PK കാളൻ. ഗദ്ദികയുടെ കുലപതി എന്നറിയപ്പെടുന്നത് PK കാളൻ. അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? സാത്രിയയാണ് അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപം. സാത്രിയ നൃത്തത്തിന് ഇപ്പോഴത്തെ രൂപം നൽകിയ വൈഷ്ണവ സന്യാസിയുടെ പേരെന്താണ്? ശങ്കരദേവൻ എന്നാണ്. സാത്രിയ നൃത്തത്തിന് ഇപ്പോഴത്തെ രൂപം നൽകിയ വൈഷ്ണവ സന്യാസി. സാത്രിയ എന്ന് പറയുന്നത് അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ. ചെന്നൈ ആസ്ഥാനമാക്കി കലാക്ഷേത്രം സ്ഥാപിച്ചത് ആരാണ്? രുക്മിണി ദേവി അരുണ്ടയിലാണ് ചെന്നൈ ആസ്ഥാനമാക്കി കലാക്ഷേത്രം സ്ഥാപിച്ചത്.
ഇന്ത്യൻ അവതരണ കലകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഭരതമുനിയാണ് ഇന്ത്യൻ അവതരണ കലകളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്ന സ്ഥാപനം ഏതാണ്? കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ് ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്ന സ്ഥാപനം. അടുത്ത ചോദ്യം, വടക്കേ ഇന്ത്യയിലെ ഏക ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? കഥക്കാണ് വടക്കേ ഇന്ത്യയിലെ ഏക ക്ലാസിക്കൽ നൃത്തരൂപം. ഈ ചോദ്യങ്ങളൊന്നുകൂടെ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് റിവൈസ് ചെയ്യാം. വടക്കേ ഇന്ത്യയിലെ ഏക ക്ലാസിക്കൽ നൃത്തരൂപം നമ്മൾ പറഞ്ഞതാണ് കഥക്കാണ്. ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്ന സ്ഥാപനം ഏതാണ്? കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ്. ഇന്ത്യൻ അവതരണ കലകളുടെ പിതാവ് ഭരതമുനി. ചെന്നൈ ആസ്ഥാനമാക്കി കലാക്ഷേത്രം സ്ഥാപിച്ചതാരാണ്? രുക്മിണി ദേവി അരുണ്ടേൽ. സാത്രിയ നൃത്തത്തിന് ഇപ്പോഴത്തെ രൂപം നൽകിയ വൈഷ്ണവ സന്യാസി ശങ്കരദേവൻ. അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപം സാത്രിയ. ഗദ്ദികയുടെ കുലപതി ആരാണ്? PK കാളൻ. വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ മന്ത്രവാദ ചടങ്ങ് ഏതാണ്? ഗദ്ദിക. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ദുഷ്ടന്മാരെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ്? കരി. പടയണിയുടെ ജന്മസ്ഥലം കടമ്പനിട്ട. ആട്ടക്കഥ രചന നടത്തിയ ഏക വനിത കുട്ടിക്കുഞ്ഞ് തങ്കച്ചി. വെട്ടത്തുനാട് രാജാവ് കഥകളിയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വെട്ടത്ത് സമ്പ്രദായം എന്നാണ്. കഥകളിയുടെ സാഹിത്യരൂപം എന്താ പേര്? ആട്ടക്കഥ. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണ്? ഹസ്തലക്ഷണ ദീപിക. കേരളത്തിലെ കാളിക്ഷേത്രങ്ങളിൽ കാണുന്ന അനുഷ്ഠാന കല ഏതാണ്? മുടിയേറ്റ്. ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? അഭിനയ ദർപ്പണം. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. മുസ്ലിം സാംസ്കാരിക അംശങ്ങളെ ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപം കഥക്. കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപം മോഹിനിയാട്ടം. വാദ്യോപകരണങ്ങളുടെ അകമ്പടി ഇല്ലാതെ അവതരിപ്പിക്കുന്ന കലാരൂപം പാടകം. ബയലാട്ടം എന്ന പേരിലുള്ള കലാരൂപം യക്ഷഗാനം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം. നാട്യശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. നൃത്തത്തിൻ്റെ ഉറവിടമായി കണക്കാക്കപ്പെടുന്ന ഭാരതീയ ദേവൻ ആരാണ്? പരമശിവൻ. കുച്ചിപ്പുടി നൃത്തം ഉടലെടുത്ത പ്രദേശം ഏതാണ്? ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമം. ഒഡീസി നൃത്തം ആധാരമാക്കിയിരിക്കുന്ന ഗീതാ ഗോവിന്ദം രചിച്ചത് ആരാണ്? ജയദേവനാണ്. നമുക്ക് പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളൂടെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളൂടെ പറഞ്ഞു പോകാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ: കേരളത്തിലേത് കഥകളി മോഹിനിയാട്ടം, ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി, കർണാടക യക്ഷഗാനം, രാജസ്ഥാൻ ഖയാൽ ഗുമാർ, ഉത്തർപ്രദേശിലെ കഥക്, തമിഴ്നാട് ഭരതനാട്യം, ഒഡീഷ ഒഡീസി, പഞ്ചാബ് ഭാംഗ്ര, രാജസ്ഥാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഖയാൽ ഗുമാർ എന്ന്. ഓക്കെ, ഇത്രയും കൂടി പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളൂടെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോ, കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.